കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് മകം കലംവരവ് അക്കരെ സന്നിധാനത്ത് എത്തുന്നതോടെ അക്കരെ സന്നിധാനം ഗൂഢപൂജകൾക്ക് വഴിമാറും. വൈശാഖ മഹോത്സവം ചടങ്ങുകളിലും പൂജകളിലും ദർശന സമ്പ്രദായങ്ങളിലും ഇന്നു മുതൽ മാറ്റം വരും. ഇന്ന് ഉച്ചശീവേലി വരെ മാത്രമേ സ്ത്രീകൾക്ക് സന്നിധാനത്ത് ദർശനം നടത്താൻ അനുമതിയുണ്ടായിരിക്കൂ. ശീവേലി ആരംഭിക്കുന്നതോടെ സ്ത്രീകൾ സന്നിധാനത്തുനിന്ന് പുറത്തു കടക്കണം. ശീവേലിക്ക് വിശേഷവാദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ശീവേലി പൂർത്തിയാക്കി കഴിഞ്ഞ് ആനകളും വിശേഷവാദ്യങ്ങളും സന്നിധാനത്തുനിന്നും മടങ്ങും. ഉച്ചശീവേലിക്ക് ശേഷം ഉത്സവ അവസാനം വരെ ശീവേലിക്ക് എഴുന്നള്ളത്തിന് ആനകളുണ്ടാകില്ല. പന്തീരടി പൂജയ്ക്ക് ശേഷം അകഭണ്ഡാരം തുറക്കും. സന്ധ്യയോടെ തിരുവത്താഴ പൂജകൾ ആരംഭിക്കും. തുടർന്ന് മണിത്തറയിലെ ഒഴികെ ബാക്കി എല്ലാ വിളക്കുകളും ഒഴിച്ച് എല്ലാവരും കയ്യാലയ്ക്കകത്ത് വാതിലടച്ചു കഴിയും. ഈ സമയത്ത് മുഴക്കുന്നിലെ നല്ലൂരിൽ നിന്നുള്ള കുലാലാസ്ഥാനികരായ നല്ലൂരാന്മാർ കലപൂജയ്ക്കുള്ള കലങ്ങളുമായി സന്നിധാനത്തെത്തും. കലങ്ങൾ കരിമ്പനയ്ക്കകത്ത് ചക്കത്തിറക്കി വെച്ച ശേഷം മണിത്തറയിലെത്തി ഇരുളിൽ പുറം തിരിഞ്ഞിരിക്കുന്ന കാർമികനോട് പരസ്പരം ദർശിക്കാത്ത വിധം പ്രസാദം വാങ്ങി സംഘം കോവിലകം കയ്യാലയിലേക്ക് പോയി സദ്യ സ്വീകരിക്കും. ഇവർ മടങ്ങിയാൽ കലപൂജകൾക്ക് തുടക്കമാകും. കലപൂജകൾ നടക്കുമ്പോൾ സന്നിധാനം ഇരുട്ടിലായിരിക്കും. ഇനി തൃക്കലശാട്ട് വരെയുള്ള രാത്രി ദർശനങ്ങൾ ആചാരപരമായി അനുവദിക്കില്ല. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.